മാസപ്പടി കേസിൽ ഇഡി അന്വേഷണം തുടരും എന്നുള്ളത് തന്നെയാണ് സുധീഷ് പറഞ്ഞു വെച്ചത്. വിചാരണ കോടതി നടപടികൾക്ക് ഹൈക്കോടതി നൽകിയ സ്റ്റേ അന്വേഷണത്തെ ബാധിക്കില്ല എന്ന് തന്നെയാണോ നമുക്ക് മനസ്സിലാക്കേണ്ടത്? രോഹിണി SFIOയുടെ കേസുമായി ബന്ധപ്പെട്ട് ഇനി സമൻസ് അയച്ച് അവരെ വിചാരണ ചെയ്യുന്നത് അടക്കമുള്ള കാര്യങ്ങൾക്ക് 3 മാസത്തെ സ്റ്റേ വന്നെങ്കിൽ പോലും ഇഡിയുടെ അന്വേഷണം തുടരുന്നതിന് ഒരു തടസ്സവുമില്ല എന്നതാണ് ഇഡിക്ക് ലഭിച്ചിരിക്കുന്ന നിയമ ഉപദേശം. അതിൽ ഏറ്റവും നിർണായകമായി പറയേണ്ടത് കഴിഞ്ഞ ദിവസം തന്നെ SFIOയുടെ കുറ്റപത്രം അവിടെ സമർപ്പിച്ച കുറ്റപത്രം ഇഡിക്ക് കൈമാറിയിരുന്നു. ആ കുറ്റപത്രത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇഡിയുടെ അന്വേഷണം പുരോഗമിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമയബന്ധിതമായി തന്നെ വളരെ വേഗത്തിൽ തന്നെ ഈ അന്വേഷണം ഇഡിക്ക് പൂർത്തിയാക്കാൻ കഴിയും. ഇതിനകത്തുള്ള പ്രധാന നിർണായകമായ സാക്ഷിമൊഴികൾ നൽകിയിട്ടുള്ളവരുടെ സാക്ഷിമൊഴികൾ ശേഖരിക്കുകയും അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ഈ കേസിലെ 13 പ്രതികളെയും സമൻസ് അയച്ച് വിളിപ്പിച്ച് ചോദ്യം ചെയ്യാനുമാണ് ഇഡി തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഇഡിയുടെ അന്വേഷണം വളരെ വേഗത്തിൽ തന്നെ പൂർത്തിയാക്കാനും അത് വീണ വിജയൻ അടക്കമുള്ള പ്രതികളിലേക്ക് കൃത്യമായി തന്നെ എത്തി ആ കാര്യങ്ങളിൽ ഇപ്പോൾ നിലനിൽക്കുന്ന അവ്യക്തതകളിലെ ദുരൂഹതകൾ സംബന്ധിച്ച് ഒരു വ്യക്തത വരുത്താനും ഇഡിക്ക് അതിവേഗം തന്നെ സാധിക്കും എന്നത് തന്നെയാണ് നിലവിലെ സാഹചര്യം. രോഹിണി. ശരി, സുധീഷ് ഗോപാലാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.